ഒട്ടും പ്രതീക്ഷയില്ലാണ്ട് ഉണ്ടാക്കിയൊരു സാധനമാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഒട്ടും പ്രതീക്ഷയില്ല ഇത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. മക്കൾക്ക് പോലും ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനത്തെ ഒരു ഐറ്റം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചക്ക വെച്ചിട്ട്, പച്ച ചക്ക വെച്ചിട്ട് ഒരു 65 അല്ലെങ്കിൽ ചില്ലി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചക്ക ചില്ലി എന്നൊക്കെ പറയും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ്. നാട്ടിലൊക്കെ ചക്കൻ്റെ സീസണാണ് ഇപ്പോൾ അല്ലേ, ഒരുപാടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു മരമാണ് കേട്ടോ, പ്ലാവാണ്, നിറച്ചും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അധികം മൂക്കാത്തത് വേണം നമുക്ക് ചക്ക എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചക്ക ഇടിച്ചക്കൊക്കെ വെക്കില്ലേ, അതിനേക്കാളും മൂപ്പ് കുറഞ്ഞത് വേണം. അപ്പോൾ അതിലൊരെണ്ണം വീതി താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നി ഇതിനേക്കാളും മൂപ്പ് കുറഞ്ഞ് എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല കൈക്ക് മെനക്കെടുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പഴയ കത്തിയും പഴയ കട്ടിംഗ് ബോർഡും എടുത്തിട്ടുണ്ട്. പിന്നെ മുറിക്കുന്നതിന് മുന്നേ നമ്മുടെ കത്തിയിലും കയ്യിലൊക്കെ നന്നായിട്ട് എണ്ണ വരട്ടെ കേട്ടോ. അറിയാലോ ചക്ക മുറിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വിശദീകരിക്കുന്നില്ല. അപ്പോൾ കത്തിയൊന്ന് ഞാൻ മാറ്റി പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ കത്തി വെച്ചിട്ടാണ് കേട്ടോ മുറിക്കുന്നത്. കത്തിയുടെ മുകളിൽ നല്ലോണം എണ്ണ വരട്ടി കഴിഞ്ഞാൽ കത്തിമേലൊന്നും അതിൻ്റെ ആ ഒരു എന്താ പറയുക, വിളഞ്ഞി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ കേട്ടോ. ചിലർ പശ എന്നൊക്കെ പറയും, അതാവില്ല കേട്ടോ. അപ്പം 2 പീസായിട്ടാണ് ഞാൻ മുറിക്കുന്നത്. അതിന് ശേഷം നമ്മൾ തൊലി കട്ട് ചെയ്ത് ഒഴിവാക്കണം. മേലത്തൊലി ഉള്ളത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇത് കുറച്ച് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇതിനേക്കാളും ഇളയതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. തീരെ കുരു കാണരുത്, അങ്ങനത്തെ ടൈപ്പ് ചക്ക ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് കുറച്ചും കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റും നമുക്ക് എന്താ പറയുക, കടിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ വെച്ചിട്ടാണ് അതിൻ്റെ ആ തൊലി, ആ ഒരു മേലെ തൊലി കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ. അപ്പം ഞാൻ കംപ്ലീറ്റ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഞാനത് വെച്ചിട്ട് റൗണ്ടിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. റൗണ്ടിൽ തന്നെ നെയ്സാക്കി കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തെടുക്കില്ല, അതുപോലെ നെയ്സാക്കി കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ അത് കംപ്ലീറ്റ് അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പണിയുണ്ട്. ഇനി കത്തിയുടെ മൂർച്ചക്കുറവാണോ എന്നറിയില്ല കേട്ടോ. കുറച്ച് മെനക്കെട്ടുണ്ടായിരുന്നു മുറിച്ചെടുക്കാൻ. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ നെയ്സാക്കിയിട്ട് കുറച്ച് കനത്തിലും ഒരുപാട് കനം കുറച്ചിട്ടല്ല, എന്നാലും കുറച്ചൊരു കനത്തിൽ ഒരു കോണാകൃതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. നമുക്ക് പല ഷേപ്പിലും കട്ട് ചെയ്യട്ടെ, എന്നാലും കുറച്ചും കൂടെ നമ്മൾ പൊരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റും എന്താ പറയുക, വേവാനൊക്കെ ഇതാ നല്ലത്. ഒരുപാട് കട്ടി കുറയ്ക്കും വേണ്ട, എന്നാലും ഒരുപാട് നല്ല കനത്തിലാവാൻ വേണ്ട. ആ ഒരു പാകത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെറിയ പാത്രം ഒന്നും എടുത്താൽ പോരാ. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള കോൺഫ്ലവർ, ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഒരു മൂടിക്ക് കുറച്ച് ഞാൻ സുർക്കയും കൂടെ ഒഴിച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം കൈവച്ച് മസാല മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. കളറിന് വേണമെങ്കിൽ നല്ല കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർക്കാം കേട്ടോ. എൻ്റെ മുളക് പൊടി അത്യാവശ്യം കളർ എരിവുണ്ട്. എന്നിട്ട് സാധാരണ നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ ഒഴിച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിലിടണം. അപ്പോഴാണ് നമ്മൾ ഓയിൽ നല്ല ചൂടായി വരിക. അതിന് ശേഷം വേവും വേണം കേട്ടോ, പെട്ടെന്ന് അങ്ങ് എടുക്കരുത്. വേവാനുള്ള ഒരു സമയം കൂടെ കൊടുക്കണം. അതായത് പെട്ടെന്ന് നിറം മാറിയെന്ന് തോന്നും, പക്ഷെ അത് ഉള്ളിൽ ഉണ്ടാവില്ല. ആദ്യം നമ്മൾ കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം പിന്നെ ഒന്ന് ലോ ആക്കിയിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. സാധാരണ നമ്മൾ ഈ തട്ടുകടയിലൊക്കെ ചിക്കൻ പൊരിക്കില്ല, അതുപോലെ തന്നെ. അപ്പോൾ കളറൊക്കെ മാറി നല്ലോണം വെന്ത് നല്ല മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കത് കോരിയെടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. കുറച്ച് അധികം ഉണ്ടായിരുന്നു, അപ്പോൾ 2 തവണയായിട്ട് കുറച്ച് ചുട്ട് പൊരിച്ചെടുത്തു. പിന്നെ അതിന് ശേഷം നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും, പിന്നെ അതിലേക്ക് ഒരു 2-3 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എരിവ് ഉണ്ടാവും. ഞാൻ ഈ പച്ചമുളക് ഇട്ടതിന് ശേഷം കുറച്ച് എരിവ് ഉണ്ടായിരുന്നു. മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് നല്ലോണം അങ്ങ് മൊരിഞ്ഞതിന് ശേഷം കോരിയെടുത്ത് മാറ്റിയാൽ മതി. ഭയങ്കര ടേസ്റ്റാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാനിത് പൊരിച്ച് മക്കൾക്ക് മുന്നിൽ വെച്ച് കൊടുത്തപ്പോൾ മക്കൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അതെന്താ സംഭവം എന്നുള്ളത്. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചോറിൻ്റെ കൂടെ ഒന്നല്ല, അച്ചയിലെന്നെ അങ്ങനെ പാത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്കും ടേസ്റ്റാണ്. ചക്കയാണെന്നേ പറയില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിനേക്കാളും ഇളയ ചക്ക എടുത്തു കഴിഞ്ഞാൽ തോന്നില്ല, ചക്കയാണെന്ന് തന്നെ തോന്നില്ല കണ്ടു കഴിഞ്ഞാൽ. ഈ ഒരു കടിയും ഉണ്ടാവില്ല കേട്ടോ. കുറച്ചും കൂടെ മൂത്തതാണെങ്കിൽ ചെറിയൊരു കടി വരും ഇടയിൽ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വീഡിയോ ഇടുമ്പോൾ കാണാം കേട്ടോ.